ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബേബിയുടെ പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടായിരിക്കും ഇന്ന് ഞാൻ ഫുൾ എൻ്റെ ഗെറ്റ് റെഡി ചെയ്യുന്നത്. സോ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഇവിടെ കൂടുതലും ബേബി പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ, കാരണം ബാബ വന്നതിന് ശേഷം ഒരുപാട് ബേബി പ്രോഡക്റ്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഒരു കണ്ടന്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് ചെയ്താൽ എന്താ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം ഞാൻ ബേബി പ്രോഡക്റ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുപോലും ലിപ്സ്റ്റിക് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ബേബി പ്രോഡക്റ്റ്സ് ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വെക്കട്ടെ. ഫസ്റ്റ് തന്നെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വാവയ്ക്ക് വാങ്ങിയ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് വെനസിയ എന്ന് പറയുന്ന അത് ഹോസ്പിറ്റലിൻ്റെ റെക്കമെൻഡേഷനാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. ഈ ഒരു ക്രീമാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറായിട്ട്. കുറച്ച് മതി. അപ്പോൾ നമുക്കിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. ഓൾറെഡി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു സൺസ്ക്രീനാണ്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകാത്തത് കൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം അതിന് പകരം ഞാൻ ഡയറക്റ്റ് അങ്ങ് പൗഡർ ഇടാണ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ പൗഡറാണ്. ഇത് ഒരു സാധനവും പ്രമോഷൻസ് അല്ല, ഇതെല്ലാം ഞാൻ ബാബയ്ക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ്. അപ്പോൾ അതായത് ഈ ഒരു പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ബാവയുടെ തന്നെ സാധനമാണ്, അറിയാമല്ലോ, പഫ്. അപ്പോൾ ഇതിലാണ് ഞാൻ പൗഡർ ഇട്ടിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഞാൻ അവൾക്ക് പക്ഷേ ഇതിൽ നിന്നല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ മൂക്കിലൊക്കെ അടിച്ച് കയറും. അതുകൊണ്ട് ഞാൻ സാധാരണ കർച്ചീഫൊക്കെ യൂസ് ചെയ്തിട്ടാണ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു പൗഡർ എടുക്കുകയാണ്. കുറച്ചെടുക്കുള്ളൂ. ഞാനൊരു പൗഡർ ആളല്ല, പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുവാണേ. പൗഡർ അങ്ങനെ ഇടാറില്ല. അപ്പം നമുക്ക് ഇട്ടാലോ? ഇവിടെ ഒരു കണ്ണാടി മിറർ വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കണ്ണാടി നമുക്ക് മിററിൽ നോക്കിയില്ലെങ്കിൽ കറക്റ്റായിട്ട് പൗഡറൊന്നും പോവില്ല, ഇടയ്ക്കിടയ്ക്ക് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ മിററിൽ നോക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കാജലാണ്, ബേബി കാജലാണ്, ശ്രീധരിയം എന്ന ബ്രാൻഡിൻ്റെ. ഇതൊന്നും പ്രമോഷനല്ല, എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഈ ഒരു സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കാജലാണ്, ബേബി കാജലാണ്, ബേബീസിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തുറക്കണമെങ്കിൽ മോയ്സ്ചറൈസർ കയ്യിലുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ തുറക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് നമുക്കിത് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഇന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. ഇതൊന്നും തുറക്കാൻ പറ്റുന്നില്ല എനിക്ക് പറ്റി. ഫസ്റ്റ് തന്നെ എൻ്റെ ഐബ്രോ പെൻസിൽ തന്നെയാണ് എടുക്കുന്നത്. ഇത് യൂസ് ചെയ്തല്ല ഞാൻ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ശ്രീധരിയം യൂസ് ചെയ്തിട്ടാണ്. സോ ജസ്റ്റ് ടിപ്പിൽ ഞാൻ ഈ ശ്രീധരിയത്തിൻ്റെ ഈ ഒരു സംഭവം എടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഞാനിവിടെ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, ഈ ടോപ്പിൽ മാത്രം. ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഡാർക്ക് ആക്കിയിട്ട് ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന്
വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇത് യൂസ് ചെയ്ത് ഓക്കെ. ഇതുപോലെ ഇവിടെ കൂടെ ഫില്ല് ചെയ്യാം. എൻ്റെ 2 ഐബ്രോസും 2 ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം തോന്നുന്നത്. ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി. ഞാൻ ജസ്റ്റ് സൈഡ്സ് മാത്രമേ നമ്മുടെ ഷേവ് യൂസ് ചെയ്ത് വിടും. അല്ലാതെ ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഒരുപാട് കാലമായി. പ്രഗ്നൻസിക്ക് ശേഷം ഞാൻ ത്രെഡേ ചെയ്തിട്ടില്ല. അതിൻ്റെ ഭംഗിയും കാണാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ 2 ബ്രോസും ഫില്ല് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡാർക്കായി പോയോ എന്നൊരു സംശയം. സാധാരണ ഞാൻ ബ്രൗൺ ഐബ്രോസ് യൂസ് ചെയ്തിട്ടാണ്. ഇത് ബ്രൗൺ ആണ്, മാഴ്സിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്, നല്ലതാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്കിയതുകൊണ്ടാണ്, ഇതിൽ ഞാൻ ബ്ലാക്ക് കാജൽ യൂസ് ചെയ്തുകൊണ്ടാണ് നല്ല ഡാർക്കായി പോയത്. ഇത് നല്ലൊരെണ്ണമാണ് കേട്ടോ. ഐ വിൽ സജസ്റ്റ്. പ്രൊമോഷൻ അല്ല, പക്ഷെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് ഐലൈനറാണ് മെയിൻ. അപ്പോൾ ഐലൈനറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ശ്രീധരിയും കാജൽ തന്നെയാണ്. ഇവിടെ ഒരു വാക്വമായിട്ടുള്ള, ഇതിൽ പ്രത്യേകിച്ച് ഒരു ഐലൈനറും ഇല്ല, കാരണം ഒന്നുമില്ല, കാലിയാണ്. അപ്പോൾ ഈ ഒരു ഐലൈനർ സാധനം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐലൈൻ ചെയ്യാൻ പോകുന്നത്. അതും ഈ കാജൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനെനിക്ക് മിററിൻ്റെ ആവശ്യമുണ്ട്. ഒന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവില്ല വരയ്ക്കുന്നത്. ഞാൻ കയ്യിലിട്ട് വരയ്ക്കാൻ പോവാണേ. ഇവിടെ കണ്ടോ, ഇതാണ്. ഇതുപോലെ എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പം ഞാൻ വരച്ച് കാണിക്കാം. നമ്മുടെ ഐലൈനർ പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേബി കാജൽ യൂസ് ചെയ്തിട്ട് അത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി ഇത് വരയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വരയ്ക്കുകയാണ്. ഈ ഒരു ഐയും കൂടെ ഞാൻ വരയ്ക്കുകയാണ്. ഗൈസ്, 2 ഐസും വരച്ചിട്ടുണ്ട്. കൊള്ളാവോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയാണ്. ഐയിൽ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹെയർ കളയിപ്പോൾ കെട്ടിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതാ ഞാൻ ഐ മേക്കപ്പ് അല്ലെങ്കിൽ ഐയിൽ ഞാൻ കാജൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, ലിപ് ബാം. അപ്പോൾ ലിപ് ബാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മാമ എർത്തിൻ്റെ ബേബി ലിപ് ബാമാണ്.
ബേബീസിന് മാത്രം ഉള്ള ലിപ് ബാമാണ്. ഞാൻ ഇതാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. അവർക്ക് വാങ്ങിച്ചതല്ല, ഇതെനിക്ക് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബേബീസിൻ്റെ അപ്പോൾ ഇത് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ലിപ് ബാമും യൂസ് ചെയ്തു. ഈ ലിപ്സ്റ്റിക്ക് എനിക്കറിയില്ല, കുഞ്ഞുങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് എൻ്റേത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്കാണ്, ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഡാസ്ലറിൻ്റെ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാമേ. ബ്ലഷും ഇത് തന്നെയാണ്. ബേബീസിനുള്ള എനിക്ക് അറിയില്ല ഗൈസ്. അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കോ ബ്ലഷോ ഉണ്ടെങ്കിൽ നിങ്ങളതിനെ കമൻറ്റ് ചെയ്യ്, എനിക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലഷായിട്ടും ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഫൗണ്ടേഷനൊന്നും ഇടുന്ന ആളല്ല. ഇനി ഇടാൻ പഠിക്കണം എന്നുണ്ട്. ഞാൻ പോകെ അത് വിടും, വീഡിയോസ് ഇടാൻ കേട്ടോ. ഇതുപോലെ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇനി ഹെയറാണ്. അപ്പോൾ ഇനിയുള്ളതൊക്കെ എൻ്റെ പ്രോഡക്റ്റ്സാണ്. കാരണം അവൾക്ക് ഹെയർ ഇല്ല, അതുകൊണ്ട് ഹെയർ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഹെയറിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഹെയർ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. മിക്കവാറും ഞാൻ പുറത്ത് പോകുമ്പം പോണിറ്റെയിൽ കിട്ടും. വീട്ടിൽ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസ് എടുക്കുന്നെങ്കിൽ ഞാൻ മിക്കവാറും ഓപ്പൺ ആയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഹെയർ സ്റ്റൈലൊന്നും ഇടത്തില്ല. അല്ലെങ്കിൽ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വിത്ത് ബേബി പ്രോഡക്ട്സ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇനിയുള്ള എല്ലാ വീഡിയോസും കാണണം കേട്ടോ. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. ബൈ ഗൈസ്.